ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ് നാം വായിക്കുക, ധ്യാനിക്കുക. 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യാവതാരത്തിൻ്റെ വിവരണം തന്നെയാണ്. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ച് 14-ാം വാക്യത്തിലേക്ക് നയിക്കുന്നു. 14-ാം വാക്യമാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ കേന്ദ്രം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. തുടർന്നുള്ള വാക്യങ്ങൾ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഈ 14-ാം തിരുവചനത്തെ വിശദീകരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇന്ന് ചിന്തിക്കുക, പ്രത്യേകിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 14-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വചനം മാംസമായി എന്നുള്ള വാക്കാണ്. സാർക്സ് എന്നുള്ള ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആധ്യാത്മികമായത് എന്നതിന് വിപരീതമായ മാംസം അല്ലെങ്കിൽ ജഡം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ബലഹീനതകളും കുറവുകളും സൂചിപ്പിക്കുന്ന പദമാണ്. ഈശോ ഈ മനുഷ്യ ശരീരം എടുത്ത് പൂർണ്ണ രീതിയിൽ മനുഷ്യനായി എന്ന് യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്നത്തെ ഗ്നോസ്റ്റിസിസം, അതുപോലെ ഡൊസറ്റിസം, ഈശോ പൂർണ്ണമായിട്ടും മനുഷ്യനായില്ല, മനുഷ്യനായി കാണപ്പെടുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറയുന്ന ഡൊസറ്റിസവും, പദാർത്ഥം തിന്മയാണ്, അതുകൊണ്ട് ശരീരവും തിന്മയാണ്, അതിൽ നന്മ വസിക്കുന്നില്ല എന്ന് കരുതുന്ന ഗ്നോസ്റ്റിസിസവും, അവയെ തിരസ്കരിക്കുവാനും ഖണ്ഡിക്കുവാനുമാണ് യോഹന്നാൻ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രമിക്കുന്നത്. അതുകൂടി യോഹന്നാൻ്റെ ഒരു ലക്ഷ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ദൈവം മനുഷ്യനായി തീർന്നുകൊണ്ട്, മനുഷ്യൻ്റെ ശരീരം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ മനുഷ്യജന്മത്തെ പരിശുദ്ധമാക്കി വിശുദ്ധീകരിച്ചു എന്നുള്ള വലിയ സത്യമാണ് ഇന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. പ്രത്യേകമായി ഈ ദുർബലമായ ശരീരം അത് രോഗങ്ങളുള്ളതാണ്, പ്രലോഭനങ്ങൾ നേരിടുന്ന ശരീരമാണ്. പക്ഷേ ഇത് ദൈവം മനുഷ്യനാകാൻ ഉപയോഗിച്ച ശരീരമാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവത്തിന് ഛായയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുക. എന്നാൽ ഇന്ന് ദൈവം മനുഷ്യനായി തന്നെ മാറുന്നു എന്നുള്ള ആ വലിയ സത്യമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മാനുഷികമായ ശാരീരികമായ കുറവുകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തേണ്ട എന്നുള്ള വലിയ സത്യം കൂടി വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നിരാശകളില്ലാതെ വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. 2-ാമത്തെ വാക്ക് ഈ 14-ാം വചനത്തിൽ തന്നെ വസിച്ചു എന്നുള്ളതാണ്. വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്രീക്ക് ഭാഷയിൽ എസ്കെനോസൻ എന്നുള്ള വാക്ക് വളരെ അർത്ഥപൂർണമാണ്. ഇസ്രായേൽക്കാർ അവരുടെ മരുഭൂമി യാത്രയിൽ കൂടാരമടിച്ച് വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരനുഭവിച്ചു. പിന്നീട് സമാഗമ കൂടാരത്തിൻ്റെ അടയാളത്തിലും ജെറൂസലം ദേവാലയത്തിൻ്റെ അടയാളത്തിലും അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവരാണ്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഇന്ന് നമുക്ക് ഈശോയിൽ ലഭിക്കുന്നത്.
എന്ന് പ്രത്യേകമായിട്ട് ഓർക്കാം. കൂടാരം എപ്പോഴും ഒരു നിശ്ചിത കാലഘട്ടത്തേക്കുള്ളതാണ്, ക്ഷണികമാണ്. ഈ ലോകത്തിൽ നാം കൂടാരമടിക്കുന്നു. ക്ഷണികമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ആശ്വാസം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം നമ്മോടുകൂടെയുണ്ട്, നമ്മോടൊപ്പം ഈ കൂടാരത്തിലുണ്ട്, കൂടാരം അടിച്ചു വസിക്കുന്നു എന്നുള്ള വലിയ സത്യമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ സാധിക്കുന്നു. എത്രയോ ആശ്വാസമുള്ള ഒരു വസ്തുതയാണത് എന്നോർക്കുക. മൂന്നാമത് നമ്മളവിടെ കാണുന്ന, പ്രത്യേകിച്ച് നമ്മൾ വായിക്കുന്ന 16-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഈ വാക്കുകളുടെ അർത്ഥം എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ശ്ലീഹ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപരിമേയമായ കൃപാസമൃദ്ധി വ്യക്തമാക്കാനായിട്ടാണ് ദൈവം ഇപ്രകാരം ചെയ്ത്, ദൈവം യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ ഇപ്രകാരം ചെയ്തു. അപ്പോൾ അപരിമേയമായ കൃപാസമൃദ്ധി നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും കഴുകിക്കളയാൻ തക്കവിധത്തിലുള്ള കൃപയുടെ നിറവ്, കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് നമുക്ക് നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഈ കൃപയുള്ളത് കൊണ്ടാണ് സത്യവുമുള്ളത്. ഈ കൃപയുടെയും സത്യത്തിൻ്റെയും പൂർണ്ണത യേശുവാണ്. യോഹന്നാൻ 14:6 പറയുന്നത് പോലെ, വഴിയും സത്യവും ജീവനും അതിൻ്റെ പൂർണ്ണത യേശുവിലാണ്. അപ്പോൾ ഈ കൃപ നമ്മിൽ നിറയുമ്പോൾ ജീവനും സത്യവും നമ്മിൽ നിറയും. അതിൻ്റെ വിപരീതമായ അവസ്ഥയും നമ്മളൊന്ന് ഓർക്കുന്ന നല്ലതാണ്. ഈ കൃപയിൽ നിന്ന്, സത്യത്തിൽ നിന്ന് അകന്നു പോയാൽ നമ്മുടെ വീഴ്ചകളുടെ ആ ആഴം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആശ്വാസം പകരുന്ന മനുഷ്യാവതാരം, പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ ഭൗതിക മാനുഷിക ജീവിതത്തിൽ അവിടുന്ന് കൂടാരമടിച്ച് നമ്മോടൊപ്പം വസിക്കുന്നത്, തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത് നമ്മളെ ശക്തിപ്പെടുത്താനാണ്, എന്നും അവിടുത്തെ മഹത്വം കാണാനാണ്. അത് കാണുമ്പോൾ നമുക്ക് അവിടുത്തെ കൃപയിലും സത്യത്തിലും നിരന്തരം വളരുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.